കേരളത്തിലെ ഇടത് സർക്കാരിന്റെ 10 വർഷത്തെ ഭരണപരാജയങ്ങളെയും PR അഭ്യാസങ്ങളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കാൻ നടൻ മോഹൻലാലിനെ വെച്ച് ലക്ഷങ്ങൾ പൊടിച്ച് PR വർക്ക് നടത്തിയാലൊന്നും ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് തരൂർ തുറന്നടിക്കുന്നുണ്ട്. വിലക്കയറ്റവും അഴിമതിയും ഭരണസ്തംഭനവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ മാറ്റത്തിനായി ദാഹിക്കുകയാണെന്നും 10 വർഷം കൊണ്ട് കേരളത്തെ കടക്കെണിയിലാക്കിയ ഈ സർക്കാർ ഇനിയും ഭരിക്കണോ എന്ന് ഓരോ മലയാളിയും ചിന്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. CPM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ രാഷ്ട്രീയത്തെക്കുറിച്ചും തരൂർ വ്യക്തമായ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. BJP-ക്ക് വോട്ട് നൽകുന്നത് വെറും പാഴാണ്. LDF-നെ ഭരണത്തിൽ നിന്നും മാറ്റണമെങ്കിൽ അത് UDF-ന് വോട്ട് നൽകിയാൽ മാത്രമേ സാധിക്കൂ. അതുപോലെ കായംകുളത്തെ വികസന മുരടിപ്പിനെ കുറിച്ചും 10 വർഷമായിട്ടും അവിടെ ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കാത്തതിനെ കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്. യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതും കേരളത്തിന്റെ ഭാവി വികസനവുമാണ് UDF-ന്റെ ലക്ഷ്യം. M. ലിജുവിനെ പോലുള്ള ഊർജ്ജസ്വലരായ നേതാക്കൾ നിയമസഭയിൽ എത്തേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും തരൂർ അടിവരയിടുന്നുണ്ട്. കടത്തിൽ മുങ്ങിയ കേരളത്തെ വീണ്ടെടുക്കാനും പുതിയൊരു വികസന മാതൃക കൊണ്ടുവരാനും UDF-ന് മാത്രമേ സാധിക്കൂ എന്ന തരൂരിന്റെ ആവേശകരമായ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. മോഹൻലാലിന് വേണ്ടി 11.5 ലക്ഷം നമ്മളുടെ ടാക്സ് പേയറിന് കാശ് ചെലവാക്കിയിട്ട് പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്തിട്ടും കൂടി അവർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തിനെ ഒടുക്കാൻ സാധിക്കും. 10 വർഷക്കാലം അവർ ചെയ്ത കുഴപ്പങ്ങളും അവരുടെ കുറവുകളും എല്ലാവരും ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. അവർ എത്ര PR അടിച്ചാലും മോഹൻലാലിന് വേണ്ടി 11.5 ലക്ഷം നമ്മളുടെ ടാക്സ് പേയറിന് കാശ് ചെലവാക്കിയിട്ട് പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്തിട്ടും കൂടി അവർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തിനെ ഒടുക്കാൻ സാധിക്കില്ല. വിലക്കയറ്റം എല്ലാവർക്കും ഉണ്ടായ ബുദ്ധിമുട്ടാണ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. നമ്മൾ ഓരോരോ കേസ് അവർ അഴിമതി, അവരുടെ കഴിവില്ലായ എല്ലാം കണ്ട ശേഷം അവർക്ക് ഏത് വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവരെ വീണ്ടും 10 വർഷം നശിപ്പിച്ചത് പോരാ ഇനിയും 5 വർഷം കൂടി നശിപ്പിക്കണമെന്ന് പറയാനുള്ള ധൈര്യം കിട്ടുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് ആരും സമ്മതിക്കുന്നു. ഈ കോൺഗ്രസും BJP-യും പരസ്പരം ഡീലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ രീതിയിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രചരണം നടത്തുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ലെഫ്റ്റിന്റെ ആഗ്രഹമാണ് അവരുടെ ഭരണം തുടരുന്നത്. BJP-യുടെ ആഗ്രഹമാണ് കോൺഗ്രസ് തോൽക്കണമെന്ന്. അപ്പൊ അഥവാ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അത് രണ്ടുപേര് കൂടുതൽ മാത്രമേ ഉണ്ടാവാൻ സാധിക്കുള്ളൂ. ലെഫ്റ്റിന്റെ ആഗ്രഹം എന്താണ്? അവരുടെ എതിരുള്ള ആന്റി ഇൻകംബൻസി വോട്ട് അതിനെ രണ്ടാക്കി മാറ്റിയാൽ അവർ തോൽക്കില്ല. അതുകൊണ്ട് BJP എത്രത്തോളം കോൺഗ്രസ് വോട്ട് പിടിച്ചെടുത്താലും അത് LDF-നെ ഗുണം ചെയ്യണമെന്ന് അവർക്കറിയാം. അതാണ് ഡീല്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ്, അവർ എന്ത് ഡീല് വേണമെങ്കിലും ചെയ്തോട്ടെ, UDF-ന്റെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കാനാണ്. ഞങ്ങൾ പറയുന്നു, ജനങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കൂ, ഞങ്ങൾ ജയിച്ചാൽ നിങ്ങളാണ് നയിക്കാൻ പോകണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലിജുവിനെ പോലാണ് നിയമസഭയിൽ ശബ്ദം കേൾപ്പിക്കും. അതിന്റെ ഒപ്പം പുതിയ ഒരു സങ്കല്പം കൊണ്ടുവന്നിട്ട് കേരളത്തിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അതോടെ അവർ എന്ത് ഡീല് വേണമെങ്കിൽ ചെയ്തോട്ടെ. ജനങ്ങൾക്കറിയാം BJP-ക്ക് വോട്ട് കൊടുക്കുന്നത് വെറും ഒരു വേസ്റ്റാണ്. കാരണം BJP-ക്ക് 0 സീറ്റുള്ള ഒരു പാർട്ടിയാണ്. ആ 0 സീറ്റിനെ 1, 2, 3 ആക്കി ആർക്കാ ഗുണം ചെയ്യാൻ പോകുന്നത്? സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, LDF-ഉം UDF-ന്റെയും ഇടയിലാണ് ഈ മത്സരം. അതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് LDF-നെ മാറ്റണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ, അത് ഭൂരിപക്ഷ മലയാളികൾക്ക് അതാണ് ആഗ്രഹം, ആ വോട്ട് UDF-ന് കൊടുത്താൽ മാത്രമേ അതിന് ഗുണം നിങ്ങൾ കാണുള്ളൂ. അതാണ് ഞങ്ങളുടെ സന്ദേശം. ലിജുവിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. 10 വർഷക്കാലം കായംകുളത്ത് ഒരു വികസനവും കണ്ടിട്ടില്ല. ആ സ്ഥിതിയെ മാറ്റാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധിയാണ് ശ്രീ M. ലിജു. ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മുമ്പ് ഇറങ്ങിയതും അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ടാണ്. ഈ നാടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായ ഒരു സ്ഥാനാർത്ഥി. കായംകുളത്ത് നമ്മൾക്ക് ഏത് ഇൻഫ്രാസ്ട്രക്ചർ ആയ ശരി, റോഡ് വികസനമായ ശരി, ഒന്നും ശരിക്കും നടന്നിട്ടില്ല. നിങ്ങളുടെ തേർമൽ പവർ കോർപ്പറേഷൻ വെറുതെ മിണ്ടാണ്ട് കിടക്കുകയാണ്. ഏത് കാര്യത്തിലും കായംകുളത്തിന്റെ പൊട്ടൻഷ്യൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല ഈ CPM സർക്കാർ. ഞങ്ങൾ ലിജുവിനെ കൊണ്ടുവരുമ്പോൾ അതിനൊപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാരിന്റെ മാറ്റമാണ്. 10 വർഷക്കാലം കേരള മോഡൽ പോയിട്ട് ഒരു ഡച്ച് മോഡലായി, കടത്തിൽ മുങ്ങുന്ന ഒരു മോഡലായി മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നതും ഞങ്ങൾ UDF ആവശ്യപ്പെടുന്നതും ഒരു പുതിയ നാളെക്കുറിച്ച് ചിന്തിക്കുന്ന, വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്തിൽ വേണം. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ലിജു. അപ്പൊ ലിജുവിനെ വിജയിപ്പിക്കണമെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ മാർഗം നമ്മളുടെ സർക്കാർ മാറ്റം കൊണ്ടുവന്നിട്ട് കേരളത്തിനെ ഒരു മെച്ചപ്പെട്ട സംസ്ഥാനമാക്കാൻ നമ്മൾ എല്ലാവരെയും ആവശ്യമാണ്. അതിനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്.
ഞങ്ങളുടെ പ്രകടന പത്രിക ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഒരു സങ്കല്പമുണ്ട് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച്. ഞങ്ങൾ യുവാക്കളുടെ ഒപ്പം ഇവിടെ ഇരിക്കുന്നതും അവർ കാണുന്നത് എന്താണ് അവരുടെ അവസരങ്ങൾ, തൊഴിലവസരങ്ങളുണ്ടോ ഈ സംസ്ഥാനത്തിൽ, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ ഈ സർക്കാരിന്, എവിടെയാണ് അവർക്ക് നാളെ ഈ കോളേജ് വിട്ടുപോയ ശേഷം അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത. ഞങ്ങൾക്കാണ് ഐഡിയാസ് ഉള്ളത്, ഞങ്ങളാണ് പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്, ഞങ്ങളാണ് പുതിയ മേഖലയിൽ കേരളത്തിനെ മുൻകൈ എടുത്തിട്ട് വികസിപ്പിക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പുതിയ രീതിയിൽ ചിന്തിക്കുന്ന, കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രതിനിധികളെ ആവശ്യം. അതിനാണ് ഞാൻ ലിജുവിനെ ആത്മാർത്ഥയോടെ, ഹൃദയം നിറഞ്ഞ ആശംസയോടെ ഞാൻ പിന്തുണയ്ക്കുന്നത്. അതിനാണ് വന്നിരിക്കുന്നത്. താങ്ക് യു.